ഈ ഫാമിലി റിലേറ്റീവ്സ് ഒക്കെ കൂടി കഴിഞ്ഞാൽ ഒരു പ്രത്യേക രസം. എല്ലാവരും കൂടി ഇരുന്നിട്ട് ഇങ്ങനെ കുറെ ഗോസി പഠിക്കാൻ നല്ല രസം. പക്ഷെ കുറച്ചും കൂടി ഒന്ന് ഒബ്സർവ് ചെയ്താൽ അതിലൊരു രസമുള്ള ഒരു കാര്യം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിലെല്ലാം ചെറുതും വലുതുമായ ട്രോഫികളുണ്ട്. അതിനെല്ലാം കളിക്കാൻ വേണ്ടിയിട്ട് മുറ്റത്തേക്ക് കുറച്ച് സമയം ഇറക്കിയത്. ഒരു സമയത്തേക്ക് പ്രത്യേകിച്ച് കൂക്കിയും ഗുൽമാലും ഒന്നും കേൾക്കുന്നില്ല. ആരെങ്കിലും ഇതിനെല്ലാം പിടിച്ചിട്ട് ചാക്കിലിട്ട് കൊണ്ടുപോയോ ഇല്ലയോ എന്ന് അറിയണല്ലോ. അങ്ങനെ വരെ വഴിയില്ല, എന്നാലും ഒന്ന് പോയി നോക്കിയത്. വെട്ടാനുണ്ട് എല്ലാം 4 ഭാഗത്ത് ഓടി വരും. സത്യം പറയാലോ, ഒരു നിമിഷത്തേക്ക് ഞാൻ പിടിച്ച് എന്റെ കാര്യം തീർന്നു. കുറ്റം പറയരുതല്ലോ, അതാണ് ഐറ്റം. പക്ഷെ അല്ലടോ, എല്ലാം കൂടിയിട്ട് പാവ് ഒളിച്ചു കുത്തി കളിക്കും. കുറച്ച് സമയം കണ്ട് നേരാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെയും ഒളിച്ചു കുത്തി കളിക്കും. ചിലപ്പോൾ 2K വേരിയേഷൻ ആയിരിക്കണം. അതെന്തോ ആയിക്കോട്ടെ, എന്നാലും പേരിപ്പോഴും പഴയ ഒളിച്ചു കുത്തി തന്നെയാണ്. ഇനി ഇവർ അടുത്ത കേസിനെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. ആദ്യം സംശയാത്മകമായി തോന്നുന്ന 2 ആൾക്കാർ സെലക്ട് ചെയ്യും. ഒരാളെ മലത്തിയടിക്കുക. ആരാണോ ആദ്യം എണീച്ചോടുന്നത് അപ്പോൾ അവര് രക്ഷപ്പെട്ടു. സോ മറ്റേ ആളാണ് അടുത്ത കേച്ചർ. അല്ല, ഇവർ ഒളിച്ചു കുത്തിയല്ലേ ഈ കളിക്കുന്നത്? അല്ല, ഇതങ്ങനെ അല്ലല്ലോ. ഒരു കളിയില് 2 കേച്ചറാ. ഓക്കെ, ഇനി റൂൾ നമ്പർ 2. ഇനിയിപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മലത്തി അടിക്കാൻ മനസ്സില്ല, അല്ലെങ്കിൽ മൂടില്ല, അല്ലെങ്കിൽ ആരെങ്കിലും പിടിച്ചിട്ട് കൺവീൻസ് ചെയ്തിട്ട് അവരെ കേസറാക്കിയാലും എന്തായാലും നമുക്കൊരു കേസർ കിട്ടിയാൽ മതി. ഇനിയിപ്പോൾ നിങ്ങളെ കേസറാക്കിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് വിചാരിക്കും. പേടിക്കേണ്ട, അതിന് നമ്മളെടുത്ത് പരിഹാരം ഉണ്ട്. അതിനാണ് ഈ വണ്ടി. കേസറാക്കിയത് ഇഷ്ടപ്പെടാത്ത വ്യക്തികൾ ഈ വണ്ടി കയറി. ഇപ്പോൾ ബാക്കിയുള്ള ആൾക്കാർക്ക് മനസ്സിലാവും കേസറാക്കിയത് അവർക്ക് അത്രക്ക് അങ്ങോട്ട് സൂചിച്ചിട്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ വണ്ടിന്റെ സൈഡിൽ നിന്ന് മാറാനുള്ള സമയം ഇതുവരെ കിട്ടിയിട്ടില്ല. ഇനി റൂൾ നമ്പർ 3. കേസറിന് എവിടെയാണ് സൗകര്യം അവിടെ മാത്രമേ പൊത്തുള്ളൂ. ഇതുവരെ എല്ലാം എനിക്ക് ഓക്കെ, പക്ഷെ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. അല്ല, ഒരാളെ കണ്ടാൽ നമ്മൾ പൊത്തിയ സ്ഥലത്ത് പോയിട്ട് തൊട്ടിട്ട് ഇങ്ങനെ അച്ചോട്ട് എന്ന് പറയുന്നത്. പക്ഷെ ഇവളിങ്ങനെ കൈമുട്ടി ചിരിച്ചിട്ട് ഇങ്ങനെ തുള്ളുക. ആ സംഭവം എനിക്ക് മനസ്സിലായില്ല. ചിലപ്പോൾ പുതിയ വേരിയേഷൻ ആയിരിക്കണം. അയ്യോ പാവം, എല്ലാം കൈനേരെ വരുന്നു, ഒന്നും അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. അതിപ്പോ ലാസ്റ്റ് ആയിട്ട് കണ്ടത് മമ്മൂനെയാണ്. അതുകൊണ്ട് മമ്മുവാണ് അടുത്ത കേസ്. ഓനിക്ക് കേസരാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഓനെ വണ്ടി കയറിയിട്ട് അങ്ങ് ഒട്ടും കേസരാൻ താല്പര്യമില്ലാന്നാണെങ്കിൽ ആ വണ്ടി എടുത്തിട്ട് അങ്ങ് ഓടിട്ട് ഏതെങ്കിലും തെങ്ങിന്റെ മണ്ടേ പോയിട്ട് ആ വണ്ടി മുട്ടി. അപ്പോൾ ഒരാൾ മട്ടലെടുത്തിട്ട് അടിക്കാൻ പറ്റച്ചോനെ മട്ടലെല്ലാം എടുത്തിട്ട് ഒരാൾ ഓടി വരും. എന്തായാലും നടക്കുന്നതിന് മുമ്പ് പോയിട്ട് പിടിച്ചു വെക്കട്ടെ. അപ്പൊ ശരി.